നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് എങ്ങനെ വെക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അതിന് ഉലുവ വളരെ നല്ലതാണ്. ഉലുവ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നായിട്ട് പാലിൽ കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് അരച്ച് നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്കിൻ നല്ല ഗ്ലോ ആകുന്നതാണ്. ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്താൽ വ്യത്യാസം അറിയാൻ പറ്റും. മുടി സമർത്ഥമായി വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും കഞ്ഞിവെള്ളം വളരെ ഉത്തമമാണ്. ഈ കഞ്ഞിവെള്ളം കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളമാണ്. അത് ചെറിയുള്ളിയോ സവോളയോ ചേർത്തിട്ട് അരച്ചിട്ട് അത് തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല സമർത്ഥമായി വളരുന്നതാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ജാതിക്ക വെച്ചിട്ടാണ്. ഈ ജാതിക്ക നന്നായിട്ട് ഉരച്ചിട്ട് നമ്മളുടെ മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അവിടെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ കരിമംഗല്യം പോലെയുള്ള വലിയ പ്രശ്നത്തിന് വലിയൊരു സൊല്യൂഷനാണ് ഈ ജാതിക്ക എന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് നമ്മളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് 2-3 ഗ്രാമ്പു ഇട്ടതിന് ശേഷം രാത്രിയിൽ അടച്ചു വെക്കുക. അതിനുശേഷം വെറും വയറ്റിൽ രാവിലെ എണ്ണിട്ട് വെറും വയറ്റിൽ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗ്യാസിന് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സൈഡുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നത് കാരണം ദഹനത്തിനും പ്രതിരോധ ശക്തിക്കും ഇത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഗ്രാമ്പു ഇട്ട വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്ന് നല്ല ഷൈനിങ് ആയിട്ടിരിക്കുന്നതിനും നല്ല ടൈറ്റ് ആകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. അതിനായിട്ട് നമുക്കൊരു മിക്സ് തയ്യാറാക്കി എടുക്കണം. ഒരു ബദാം ഓയിൽ വേണം. കുറച്ച് ബദാം ഓയിൽ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ബദാം ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയിരുന്നാലും മതി. എന്നാലും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് നമ്മളുടെ ബദാം ഓയിൽ തന്നെയാണ്. അതിനുശേഷം നമുക്ക് ഗ്ലിസറിൻ വേണം. ഗ്ലിസറിനും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ബദാം ഓയിലും ഗ്ലിസറിനും തുല്യ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം വൈറ്റമിൻ ഇ ടാബ്ലറ്റ് വേണം. ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുത്ത് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോഴും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡെയിലി ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിത് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഓയിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് നമ്മളുടെ മുഖത്ത് നന്നായിട്ട് നല്ല മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ സ്കിന്നുള്ളവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഈ തണുപ്പ് കാലവും നമ്മളുടെ സ്കിന്ന് വളരെ ഡ്രൈ ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ്. ഉറപ്പായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ കയ്യിലും കാലിലും ഒക്കെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ കാലിലൊക്കെ പൊരിഞ്ഞു വരുന്നവർക്കും അതുപോലെ തന്നെ കയ്യിലൊക്കെ നല്ല ഡ്രൈ ആയിരിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ്. നമ്മൾ കയ്യിലും കാലിലും എല്ലാം മസാജ് ചെയ്ത് കൊടുക്കുക. മുഖത്തും എല്ലാം മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളുടെ സ്കിന്നും നമ്മളുടെ ഹെയറും ഒക്കെ നമുക്ക് നല്ലതായിട്ട് രീതിയിൽ സംരക്ഷിക്കാനായിട്ട് പറ്റും. നമ്മൾ കുറച്ചൊരു ടൈം ഒരു 10-15 മിനിറ്റ് ഡെയിലി നമുക്ക് നമ്മളുടെ സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.